ഹലോ ഗായ്സ്, ഞാൻ സുബിനാണ്. സുബിൻസ് വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് ടി ലാലി മെമ്മോറിയൽ CSI ചർച്ചിന് മുൻപിലാണ്. ഇന്ന് 37ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് ചർച്ച്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഗായ്സ് ഇന്ന് ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്കായിട്ട് അങ്ങോട്ടേക്ക് പോകും. സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷത്തിൻ്റെതായ ഒരു ദിനമാണ്. കോളിയൂർ പ്രദേശത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സഭയാണ്. ഇന്ന് ആ സഭയുടെ 37ാമത് ജന്മദിനം വിവിധ ആഘോഷ പരിപാടികളിലൂടെ ആഘോഷിക്കുകയാണ്. വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം നമ്മുടെ എന്താ പറയുക, മേശയൊക്കെ ഒരുക്കി സദ്യ വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ നമുക്ക് മുകളിൽ പ്രസംഗം നടക്കുകയാണ്. ആ പ്രസംഗം കഴിഞ്ഞ് തിരുവത്താഴമുണ്ട്, അപ്പോൾ വീഞ്ഞ് നൽകുന്നതാണ്. അത് കഴിഞ്ഞുകൊണ്ട് നമ്മളിവിടെ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് നമ്മളെല്ലാവരും യാത്രയാക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സ്നേഹവിരുന്നിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു കൊടുക്കും. ഓക്കെ, നമ്മുടെ സജിത്രയാണ് അവന് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാവം സജിത്ര മാത്രം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, ബ്രദർ നമുക്ക് കൊണ്ട് യൂട്യൂബ് ചാനൽ ഹെർമാനോസ് ചാനൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഹെർമാനോസ് പ്രത്യേകിച്ച് അടിച്ചു നോക്കി, പ്രത്യേകിച്ച് എല്ലാം അടിച്ചു നോക്കി. ഇതിൽ വ്യൂവേഴ്സ് ഇല്ല, കോമഡി മാത്രമേ ഉള്ളൂ, ട്രാജഡി ഒന്നുമില്ല. ഓക്കെ, ഇത് നമ്മുടെ പ്രവീൺ ചേട്ടൻ, നമ്മുടെ യുവ നടനും നമ്മുടെ എല്ലാമായ പ്രവീൺ ചേട്ടനാണിത്. പ്രവീൺ ചേട്ടാ, ഈ 37ാം സഹവാർഷിക തിരുവച്ചാന്റെ അനുഭവത്തെ കുറിച്ച് എന്താ പറയുന്നു? വളരെയധികം മനോഹരമായിരുന്നു. ഇത്ര ഭംഗിയായി ക്രമീകരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്നാലും ദൈവസഹായത്താൽ വളരെയധികം മനോഹരമായി ഇത് ക്രമീകരിക്കാൻ സാധിച്ച എല്ലാവർക്കും നന്ദി ഞാൻ അറിയിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് ഇത്ര നേരം നമ്മള് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത് നമ്മളെ സഹായിക്കുന്ന സനൽ സർ, നമ്മുടെ മുൻ യൂത്ത് സെക്രട്ടറി ആയിരുന്ന, മുൻ ഡീക്കനുമായിരുന്ന നമ്മൾ സനൽ എസ് നമുക്ക് പരിചയപ്പെടാം. വരും. അതിനിടയ്ക്ക് ഈ വേട്ടക്കാരനുണ്ട്, വല്ലപ്പോഴും പല്ലേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ സനൽ ഇത് 37ാമത്തെ വാർഷിക ദിവസം. സനൽ എന്താണ് പറയുന്നത്? അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സത്യം ഒരുക്കുകയാണ്. ഇലയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ആറാനം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചിട്ട് വളരെ സന്തോഷത്തിൽ പോയാൽ മാത്രമേ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ബിൽഡിംഗ് കമ്മിറ്റി അംഗമായ നമ്മുടെ സുന്ദരനും സുഖനായ നമ്മുടെ അജയമാനന്ദ 37ാമത്തെ നാം എന്താണ് പറയുന്നത്? അവൻ രണ്ട് വാക്ക് സംസാരിച്ചു, രണ്ട് വാക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതിന്റെ ബ്ലോഗിൽ താല്പര്യം എന്നാണ് പറയുന്നത്. ഒരു ബ്ലോഗും കിട്ടും പോരാടും. സഭയിലേക്ക് കാര്യങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വിശിഷ്ട അതിഥിയായി കടന്നു വന്നത് കണ്ണമ്പുല വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്ന റവറന്റ് ഡോക്ടർ CI ഡേവിഡ് ജോൺ അച്ഛനാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ നൽകിയതിന്റെ ഭാഗം
വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കിയവരെയും മുൻകാലങ്ങളിൽ സഭയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച 60 വയസ്സ് പിന്നിട്ടവരെയും ഇന്ന് അനുമോദിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ 37ാം സഭാവാർഷികത്തില് നമ്മളിപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ മുൻ യൂത്ത് സെക്രട്ടറി ആയ നമ്മുടെ അരുൺ AR ചേട്ടന്റെ അടുത്തേക്കാണ്. അപ്പൊ നന്ദിച്ചേട്ടന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. നന്ദിച്ചേട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയങ്കര നന്ദിച്ചേട്ടാ ഈ 37ാം സഭാവാർഷികത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഈ ചാനൽ പ്രത്യേക ഞാൻ ഇതിന്റെ വീഡിയോഗ്രാഫറായ സുബിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. നമ്മുടെ സഭയിലെ മുന്നോക്കമായിട്ടുള്ള എല്ലാ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും സുബിന്റെ പങ്കാളിത്തമുണ്ട്. പ്രത്യേക ഈ സുബിന്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അവനെ ബെല്ലൈക്കൺ അമർത്തുക, അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തതായി നമ്മുടെ ഈ കോളിയൂർ സഭ, നമ്മുടെ സഭ സ്ഥാപിതമായിട്ട് ഇന്ന് 37 വർഷം തികയുകയാണ്. നമ്മുടെ ഈ സഭയിൽ ഒരുപാട് അനേകം പേരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഇത്രയും മനോഹരമായ ഒരു ആലയം നമുക്ക് പ്രാർത്ഥിക്കുവാനായി അവസരം ഒരുക്കിയത്. അതിന് ഇടവരുത്തിയ ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുന്നു. ഇനിയും ഒരുപാട് യുവാക്കൾ നമ്മുടെ ഇടയിൽ നിന്നും ദൈവസഭയിലേക്ക് മാതൃകയായി കടന്നു വരുവാനുണ്ട്. അവർക്കും കടന്നു വരുവാനായി ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ 37ാമത് സഭയുടെ വാർഷിക ആഘോഷം ആശംസകൾ നേരുന്നു. വളരെ നന്ദിയുണ്ട് നന്ദിച്ചേട്ടാ, ഇത്രയും നല്ലൊരു മനോഹരമായ വാക്കുകൾ പറഞ്ഞ് നമ്മളെ അഭിസംബോധന ചെയ്ത് നമ്മൾക്ക് പ്രചോദനം നൽകിയാണ്. നന്ദി.
മഹായിടയിലെ പെരിങ്ങമല ഡിസ്ട്രിക്റ്റിൽ അറിയപ്പെടുന്ന ഒരു സഭയാണ് ടി ടി ലാലി മെമ്മോറിയൽ CSC കോളിയൂർ. സഭയുടെ 37ാമത് സഭാദിന ആഘോഷത്തിന്റെ മറ്റൊരു ഭാവമാണ് നമ്മൾ ഈ കാണുന്നത്. ഭക്ഷണശാലയാണ്. ഭക്ഷണം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ കേരള മഹായിടയെ സംബന്ധിച്ചിടത്തോളം തന്നെ പ്രോപ്പർട്ടി സൂപ്പർ മാനേജർ അഡ്വക്കേറ്റ് ശ്രീ സാർ ഞങ്ങളുടെ സഭാംഗമാണ്. കൂടാതെ നമ്മുടെ മഹായിടയിലെ മറ്റു വിവിധ പ്രവർത്തനങ്ങളിൽ ഈ നാളുകളിൽ നമ്മുടെ സഭയിൽ ഒരുപാട് പ്രവർത്തകരുണ്ട്. എനിക്കും VBS ശുശ്രൂഷയിലൂടെയൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ സഭാദിനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭാദിനമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മഹായിടയത്തിൽ അഭിമാനമായ കണ്ണമ്പുല ഐക്യവേദി സെമിനാരിയുടെ പ്രിൻസിപ്പൽ അച്ഛനാണ് നമുക്ക് ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് കടന്നു വന്നത്. അച്ഛൻ വളരെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷ നടത്തി. എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ശുശ്രൂഷയായിരുന്നു. ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഇതിന് പിന്നിൽ ഒരുപാട് പേര് അധ്വാനവും പ്രവർത്തനമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇനിയും നമുക്ക് അടുത്ത ഒരു വർഷക്കാലം ദൈവസാമത്തിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നതിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സഭാവാർഷികം സ്നേഹവിരുന്ന് നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിഭവസമർത്ഥമായ ആഹാരം എല്ലാവർക്കും അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ വളർച്ചയുടെ പാന്താവിൽ പങ്കാളികളായിരുന്ന എല്ലാ സഭാവിശ്വാസികളോടും പ്രത്യേകിച്ച് കോളിയൂർ പ്രദേശത്തെ ഇതര ജാതി മത വ്യവസ്ഥപ്പെട്ട എല്ലാവരോടുമുള്ള സഭാ കമ്മിറ്റിയുടെ നിസ്സീമമായ നന്ദിയെ അറിയിക്കുന്നു. എല്ലാവർക്കും കോളിയൂർ സഭയുടെ സഭാദിന ആശംസകൾ. ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ നമ്മൾ മാക്സിമം പൊളിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സദ്യയും കാര്യങ്ങളും പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഗൈസ് എല്ലാവർക്കും ബൈ.